ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കോമിക് ബാങ്കിന്റെ 9th എപ്പിസോഡ് നോക്കിയാലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ ഹീറോ സുവോന്റെ കരച്ചിലിട്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അവ വന്ന് നോക്കാൻ നേരം ഒരാൾ നമ്മളെ സുവോനെ കെട്ടിയിട്ടേക്കുക. ഹീറോ ആണെങ്കിൽ അയാളെ തള്ളി തറയിട്ടിട്ട് സുവോന്റെ അടുത്ത് നിന്നിട്ട് അവളുടെ കെട്ടൊക്കെ അഴിച്ചിട്ട്, നീ ഓക്കെ ആണോ, നിന്റെ കാലും കൈയും എല്ലാം വേണി എടുക്കുന്നുണ്ടോ? അപ്പൊ അവിടെ നിന്ന് സ്റ്റാഫ് പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം പറ്റിയത് ഇയാൾക്കാം. ഇയാൾക്ക് പകരം ഇനി ഞങ്ങൾ പുതിയ സ്റ്റാഫിനെ തപ്പണമല്ലോ ഞാൻ പറഞ്ഞ സുവോനെയും ഹീറോയും ആ പിന്നെ നല്ല വഴക്ക് പറയുന്നതാണ്. സോറി സോ, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, നീ തിരിച്ചു വന്നില്ലേ, ബാ നമുക്ക് ഐസ്ക്രീം കഴിക്കാന്ന് പറയുമ്പം എന്റെ പൊന്നു മോളെ അത് കഴിക്കില്ല, അത് കഴിച്ചാൽ എനിക്ക് വയറുവേന എടുത്ത്. അതുകൊണ്ടാണോ നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാ? ആ ആണ്. നിന്റെ ബഹളം കേട്ടോണ്ട് ഞാൻ വാഷ്റൂമിൽ പോലും പോയില്ല. ഇവിടെ അതേസമയം നമ്മളെ സീനിയറിനെ ലൂഡോനെ എല്ലാ പ്രേതങ്ങളും കൂടെ ഓട്ടിച്ചോണ്ടിരിക്കാം. അപ്പോഴാണ് സീനിയർ ലൂഡോന്റെ കാല് ശ്രദ്ധിക്കുന്നത്. ഷെടാ, അപ്പൊ നീ ഇത്രയും കാലം സെർച്ച് ചെയ്തത് ലൂഡോന്റെ കാലോന്ന് ഓർത്ത് സീനിയർ ഷോക്ക് ആവുന്നുണ്ട്. ജയ ആണെങ്കിൽ ഇതേസമയം നല്ല ഉറക്കാണ്. ഉറങ്ങുന്ന ജയെ കണ്ടിട്ട്, നീ ഉണർന്നിരിക്കുമ്പോ ഒരു കുട്ടി പിശാശന, പക്ഷെ ഉറങ്ങുമ്പോ എന്ത് ക്യൂട്ടാ, ഫീലിക്സ് മനസ്സിൽ പറയുന്നുണ്ട്. അതേസമയം നമ്മളെ ജെയിംസിനെ പിടിച്ചു വെച്ചേക്കുന്ന ആളാണെങ്കിൽ, എന്താ മുന്നിൽ നിന്നിട്ടപ്പോ ആരെങ്കിലും ഇപ്പം വരുമോ? ഉറപ്പായിട്ട് എന്റെ ഫ്രണ്ട്സ് എന്നെ തേടി വരും. എന്നെ കണ്ടുപിടിക്കുന്നത് വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല. ഞാൻ അവർക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് ജെയിംസ് പറയുന്നുണ്ട്. ഹീറോ അവിടെ നടന്ന ഇൻസിഡന്റിലും കൂടെ വെച്ച് ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കിഴക്കി വെക്കുന്നുണ്ട്. അവനും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. സീനിയർ ആണെങ്കിൽ ലൂഡോന്റെ കാല് കാണുന്ന തോറും ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുക. എനിക്കിത് എന്താ പറ്റിയ, ഞാൻ ഇതിനെ അവളുടെ കാല് കണ്ട് ഇങ്ങനെ ഡിസ്ട്രാക്ട് ആവുന്നത്? ഞാൻ ഇതുവരെ അവളൊരു പെണ്ണായിട്ട് പോലും കണ്ടിട്ടില്ലല്ലോ, എനിക്കിത് എന്താ പറ്റുക? എന്തൊക്കെയാലും അവളുടെ കാലാണല്ലോ പ്രോബ്ലം എന്നും പറഞ്ഞ് ലൂഡോനെ കൊണ്ടൊരു പാൻ ഇടിപ്പിക്കുന്നുണ്ട്. എന്താ സീനിയർ നിങ്ങൾക്ക് പറ്റിയ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് സീനിയറിന്റെ അസിസ്റ്റന്റ് ചോദിക്കാൻ നേരം, നീ ലൂഡോനെ ആദ്യം കണ്ടപ്പം പെണ്ണായിട്ടാണോ ആണായിട്ടാണോ കരുതിയത്? എനിക്ക് അവളെ കണ്ടപ്പനെ മനസ്സിലായി അവളൊരു പെണ്ണാന്ന്. ലൂഡോ കോളേജിൽ ജോയിൻ ചെയ്ത അന്ന് തന്നെ സീനിയറും ഈ ക്ലബ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. ലൂഡോനെ കണ്ടുടഞ്ഞ വെച്ചാൽ അവളോട് പറയുന്നുണ്ട്, നിന്നെ കണ്ടാല് ആക്ടിങ്ങിൽ നല്ല സ്കില്ലുള്ളതെന്ന് തോന്നുന്ന, നീ നല്ലൊരു മെയിൻ ലീഡ് ആവുമെന്നും പറഞ്ഞ് അവളെ ഡ്രാമ ക്ലബിൽ ചേർക്കുന്നുണ്ട്. അവളൊരു ബോയാന്ന് പറഞ്ഞ് അങ്ങനെയാണ് സീനിയർ അവളോട് ബിഹേവ് ചെയ്തിട്ടില്ല. ഒരു ദിവസം വാഷ്റൂമിൽ പോകാൻ വേണ്ടി അവൾ ലേഡീസ് ടോയ്ലറ്റ് കയറാൻ പോകുമ്പോൾ, നീ എന്തിനാ അവിടെ കയറുന്ന, മെൻസിന്റെ ടോയ്ലറ്റ് വിടാന്ന് അവളെ വിളിക്കുമ്പോൾ, പിന്നെ ലേഡീസിന്റെ ടോയ്ലറ്റിലല്ലേ കയറേണ്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സീനിയറിന് മനസ്സിലായത് ലൂഡോ ഒരു പെണ്ണാണ്. അവളൊരു പെണ്ണാന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ലെന്നും പറഞ്ഞ് സീനിയർ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോളേജിലെ ആനിവേഴ്സറിയുടെ ഡെക്കറേഷൻ ഫുൾ ആയിട്ടത് നമ്മളെ ഹീറോയിനാണ്. അതിന്റെ ഇൻസ്പെക്ഷൻ നാളെ വരുന്നുണ്ട്. അവൾ ഫുൾ ബിസിയാ. ഇവക്ക് ഇത് എന്താ പറ്റിയ, ഇവൾ ഫുൾ ടൈം ബിസി ആണല്ലോ എന്നും പറഞ്ഞ് ഹീറോ നേരെ സുവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയ, നീ ഫുൾ ടൈം ബിസി ആണല്ലോ? ഞാൻ ഇതുവരെ എന്റെ ജോലി ഒന്നും ചെയ്ത് തീർത്തിട്ടില്ല. നാളെ ഇൻസ്പെക്ഷൻ അല്ലേ, ബാനേഴ്സ് ഒട്ടിക്കണം, പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യണം, അതുകൂടാതെ ഇനി ഓഡിറ്റോറിയം വരെ ഡെക്കറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സോ ടെൻഷൻ ആവുന്നുണ്ട്. നീ എന്തിനാ ടെൻഷൻ ആവുന്ന, ഞാനില്ല കൂടെ. ഫസ്റ്റ് നമുക്ക് ഈ പോസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ എന്താ വരയ്ക്കണേന്ന് ഹീറോ ചോദിക്കാൻ നേരം, നീ ഫ്ലവേഴ്സ് വരയ്ക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് സോ പറയുന്നുണ്ട്. എപ്പോഴും അവനല്ലേ ഓർഡർ ഇടുന്ന, ഇപ്പൊ ഞാൻ ഓർഡർ ഇടുന്ന, ഇത് ഞാൻ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചില്ലെന്നും പറഞ്ഞ് സോ ചിരിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വരയ്ക്കേണ്ട ഡ്രോയിങ് റൈറ്റ് സൈഡ് വരയ്ക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ഇത് ഞാൻ നോക്കിക്കോളാം, നീ പോയി ഈ ബ്രഷ് കഴുകിയാൽ മതി എന്നും പറഞ്ഞ് സോയിയെ പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോ പുറത്തിറങ്ങുമ്പോൾ സുവന്റെ ഫ്രണ്ട്സ് വന്നിട്ട്, അവൾ ഇത്ര നേരമായിട്ട് അതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ലേ, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവൾക്ക് തന്നെ പ്രശ്നം, നാളെ ഇൻസ്പെക്ഷൻ വരാൻ പോവുക, ഇത്രയും നേരമായി ഞാൻ ഇതുവരെ ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല, നീ എന്തിനാ വിഷമിക്കുന്ന, ഞാൻ നിന്റെ കൂടെ. അത് മാത്രമല്ല, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. നോക്ക്, നമ്മൾ വേണം സുവനെ ഹെൽപ്പ് ചെയ്യാം. സീനിയറിലൂടെ കൂടെ പോയി റോളർ ബാനർ മേടിക്കണം. നിങ്ങൾ 6 മണിക്ക് മുമ്പ് തന്നെ ആ കടയിൽ ചെല്ലാണ്. ഇവിടെ അടുത്തുള്ള കടയിലൊന്നും ആ ബാനർ കിട്ടത്തില്ല. ഫിലിക്സും ജയും കൂടെ ചേർന്ന് ഈ ബാനേഴ്സ് എല്ലാം കോളേജിൽ ഫുൾ ഒട്ടിക്കണം. ജെയിംസിന് ഈ ഫ്ലവേഴ്സിന്റെ പടം വരയ്ക്കണം. ഹീറോയിൻസും കൂടെ ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. ഒരുമാത്രം പട്ട് പിടിക്കുന്ന കണക്കായി. എന്തൊക്കെയാലും താങ്ക്സ് എന്ന് സോ പറയുമ്പോ, എല്ലാ ജോലിയും നീ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിക്കാതെ ഞാൻ നിന്റെ കൂടെ ഇല്ലേ, ഞാൻ ഉറപ്പായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് നിന്റെ കൂടെ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷമാണ്. നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതിന് ഇതുവരെ ഞാൻ ഒന്നും തന്നിട്ടില്ല. നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വ എന്നും പറഞ്ഞ ഹീറോ ബലൂൺ പമ്പ് യൂസ് ചെയ്യാതെ അവന്റെ വാ വെച്ച് തന്നെ ഊതുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന, നിനക്ക് ഈ പമ്പ് യൂസ് ചെയ്തൂടെ? ഇപ്പൊ നോക്ക്, ഈ ബലൂണിന് ഒരു ജീവ വന്നിട്ടുണ്ട്. വലിയ കാര്യത്തിൽ ഡയലോഗൊക്കെ അടിച്ചിട്ട് വാ വെച്ച് ഊതിയ ആള് പിന്നീട് പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ വാ വെച്ച് ഊതിയാല് അതില് ജീവൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട്, അത് വാ വെച്ച് ഊതിയ ഒരുപാട് ലേറ്റ് ആവത്തല്ലേ, നിനക്കിതെല്ലാം ഫിനിഷ് ചെയ്യാനുള്ളതല്ലേ? കൊള്ളാലോ, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, കോമിക്കിന് കണ്ടന്റ് കിട്ടിയിട്ടെന്തോ ഒന്നും എഴുതാത്ത? അതൊക്കെ വിട്, എനിക്കിപ്പോ കോമിക്കിനെക്കാട്ടി ഇമ്പോർട്ടന്റ് എന്ത് ചെയ്യാം. എന്നാൽ ഈ കണ്ടന്റ് കൊള്ളാതെന്ന് പറഞ്ഞ് അത് നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവൻ ഒരിക്കലും മാറത്തില്ലെന്ന് സോനും നന്നായിട്ട് അറിയാം. ഈ ബലൂൺ ഒന്ന് മേളി വെക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പം ഹീറോ വന്ന് അവളെ പൊക്കി എടുക്കുന്നുണ്ട്. അവളെ ഹീറോയെ കൊണ്ട് വെക്കാനാണ് ഉദ്ദേശിച്ചത്. സോനാണെങ്കിൽ പാട്ട് കിടന്ന് പടപട ഇരിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഇതുപോലെ ആദ്യമായിട്ടല്ലേ ഡെക്കറേറ്റ് ചെയ്യുന്ന, അതിനെന്താ, നമുക്ക് ഇനി ഫ്യൂച്ചർ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാലോ. അത് ഈ പറഞ്ഞപ്പം നമ്മളെ സോ എവിടേക്കോ ചിന്തിച്ചു പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞവർ ബെഡ്ഷീറ്റ് മാറ്റുന്ന മുതല് കുട്ടി ജനിച്ച കുട്ടിക്ക് തൊട്ടിലാട്ടുന്ന വരെ അവള് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഇവിടെ സീനിയർക്കിലൂടെ കാലിലോട്ടൊന്നും നോക്കാൻ പോലും പറ്റുന്നില്ല. ഇത് ശരിയാവത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഫിലിക്സിന്റെ കൂടെ പോവാം, നീ ജയുടെ കൂടെ പോ. അതെങ്ങനെയാ ശരിയാവും സീനിയർ? ഇനി തിരിച്ചു പോയി അവരുടെ കൂടെ പോകണമെങ്കിൽ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. ഞാൻ കാരണം അവരെ ലേറ്റ് ആവാൻ പാടില്ല. എന്നാലും അപ്പൊ ലൂടെ ആണെങ്കിൽ, എന്താ സീനിയർ നിങ്ങളെ പ്രോബ്ലം? കുറെ നാളായല്ലോ, എന്താ എന്റെ കൂടെ ഇരിക്കുമ്പോ ഓക്വേർഡായി ഫീൽ ആവുന്നോ? എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ആവുന്നൊന്നുമില്ല.
നിന്നെ ഒരു പെണ്ണായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴത്തേക്ക് ഒരു കുട്ടി പെണ്ണങ്ങോട്ട് വന്നിട്ട്, ചേട്ടാ നിങ്ങൾ ഗേൾഫ്രണ്ടിന് ഒരു പൂ മേടിച്ചു കൊടുക്കാവോ? എന്തോന്നും ഗേൾഫ്രണ്ടാ? സീനിയർ ടെൻഷനായി മുന്നിൽ കണ്ട ഒരു ബസ്സിൽ ഓടി കയറുന്നുണ്ട്. ലൂഡോ ഓടി പുറകെ കയറുന്നുണ്ട്. സീനിയർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ഈ ബസ് ഓപ്പോസിറ്റ് സൈഡിലോട്ടാ പോകുന്ന. സീനിയർ ആണെങ്കിൽ കാമായിട്ട്, സാരമില്ല, നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ബസ് പിടിച്ചു വരാം. നിങ്ങൾക്ക് എങ്ങനെയാ സീനിയർ ഇങ്ങനെ കാമായിരിക്കാൻ പറ്റുന്ന? നിങ്ങളൊരു സംഭവം എന്നും പറഞ്ഞ് ലൂഡോ സീനിയറെ നന്നായിട്ട് പൊക്കുന്നുണ്ട്. ഇതൊന്നുമല്ല കോമഡി. അടുത്ത സ്റ്റോപ്പ് ഒരു അരമണിക്കൂർ. അവിടെ ഇറങ്ങി ബസ് നോക്കിയപ്പോ ബസ് ഇനി വരെ 1 മണിക്കൂർ. ലാസ്റ്റ് 2 കൂടെ എങ്ങനെയെങ്കിലും ആ കടയിൽ എത്തിയെങ്കിലും കട ക്ലോസ് ചെയ്ത്. ഇവിടെ ജെയിം ഫിലിക്സും കൂടെ ബാനേഴ്സ് എല്ലാം ഫിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ലവ്ലിയുടെ മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഫിലിക്സ് ഓടിപ്പോയി അത് ആരാ നോക്കുന്നുണ്ട്. മുടിയൊക്കെ വളർത്തിയ ഒരാളെ കണ്ടിട്ട് ഓടി അയാളുടെ അടുത്ത് ചെല്ലുമ്പം ഫിലിക്സ് ആദ്യം വിചാരിച്ച പെണ്ണാന്നാ. നോക്കിയപ്പോ ആണ്. ദൈവമേ, ലവ്ലി ഒരു ആണായിരുന്നോ? എന്നാലും സാരമില്ല, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാന്ന് പറയുമ്പം, ഓ നീയും ലവ്ലിയുടെ വലിയ ഫാനാണോ? ഞാനും ലവ്ലിയുടെ വലിയ ഫാനാ. അപ്പൊ നിങ്ങളല്ലേ ലവ്ലി? ഞാനൊന്നും അല്ല ലവ്ലി. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുന്ന ജയ വിചാരിക്കുന്ന അതൊരു പെണ്ണാണ്. അവള് പെട്ടെന്ന് കയ്യിലിരുന്ന ബാനർ വെച്ച് അയാളുടെ കഴുത്തിലിട്ട് വലിഞ്ഞു ചുറ്റുന്നുണ്ട്. ഇവിടെ നമ്മളെ ജെയിംസ് സമാധാനമായിട്ട് പടം വരച്ചോണ്ടിരിക്കുമ്പോ ഒരു പെണ്ണ് അങ്ങോട്ട് വന്നിട്ട്, ആരാ നിങ്ങള്? കാണാൻ നല്ല ഹാൻഡ്സം ആയിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ വരച്ചിരിക്കുന്ന പെയിന്റിംഗ് നന്നായിട്ടുണ്ട്. എനിക്ക് ഈ പെയിന്റിംഗ് ഒക്കെ എങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാമോ? നമുക്കൊരു കോഫി കുടിക്കാൻ പോയാൽ. നമ്മളെ ജെയിംസിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ആ പെണ്ണ് കൈ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകുന്നു. എടി പ്ലീസ് എന്നെ വീട്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് കുറച്ച് ജോലി ഉണ്ട് ചെയ്ത് തീർക്കാൻ. ആ പെണ്ണാണെങ്കിൽ ജെയിംസിനെ വിടുന്ന ലക്ഷ്യമില്ല. അപ്പോഴത്തേക്ക് നമ്മളെ ഹീറോയുടെ ബ്രദർ വന്ന് ആ പെണ്ണിന്റെ കൈ തട്ടി മാറ്റി ജെയിംസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നീ ആ ദൈവത്തെ പോലെ വന്ന് രക്ഷിക്കുന്ന. ഒരുപാട് താങ്ക്സ് എന്ന് ജെയിംസ് പറയുന്നുണ്ട്. ഹീറോയിൻസും കൂടെ എല്ലാ ജോലി കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കുമ്പം പെട്ടെന്ന് അങ്ങോട്ട് ജെയിംസ് വന്നിട്ട്, ഇനി ഒരു ഫ്ലവർ കൂടെ വരയ്ക്കാനുണ്ട്, അത് ഇപ്പൊ ഞാൻ വരച്ചു തരാമെന്ന് പറഞ്ഞാൽ അവൻ വരയ്ക്കാൻ പോകുമ്പോ അവന്റെ കൈ തട്ടി വെള്ളം വീണ് ആ പെയിന്റിങ് ഫുള്ള് കുളവാകുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ലൂഡോവും സീനിയറും കൂടെ ഓടി വന്നിട്ട്, ബാനേഴ്സ് കിട്ടില്ല, കട അടച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഫിലിക്സും ജയും കൂടെ വന്നിട്ട്, ഞങ്ങൾ കെട്ടിയ ബാനേഴ്സ് എല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോന്നെന്നും പറയുന്നുണ്ട്. തീർന്ന് എന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അവരുടെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണം എന്ന് സോ ടെൻഷൻ ആവുമ്പോ ഹീറോ ആണെങ്കിൽ, നീ എന്തിനാ വിഷമിക്കുന്ന? ഈ പെയിന്റ് വീണെടുത്ത് നമുക്കൊരു ഗേളിനെ വരയ്ക്കാം. ഈ പൊട്ടിപ്പോയ ബാനേഴ്സ് നമുക്ക് തയ്ച്ചെടുക്കാം. റെഡ് നൂല് തയ്ക്കുവാണെങ്കിൽ കീറിയത് അറിയത്തില്ല. പിന്നെ റോളർ ബാനർ ഞാൻ ഡ്രാമ ക്ലബ്ബിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് മതിയാവും തോന്നുന്നു. എല്ലാരും കൂടെ ആ ജോലി ഡിവൈഡ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതിന്റെ ക്ഷീണത്തിൽ എല്ലാരും ഉറങ്ങുമ്പോ സോ അവിടെ വന്നിട്ട്, ഇവരാരും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് എത്ര നല്ല ഫ്രണ്ട്സിനെ കിട്ടിയേക്കുന്നതെന്ന് ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോ ഹീറോ ആണെങ്കിൽ ഉറക്കത്തിൽ നമ്മളെ സോന്റെ പേര് വിളിക്കുന്നുണ്ട്. അവളും ക്ലോസ് ആയി ചെന്ന് നോക്കുമ്പോ അവളുടെ പേര് തന്നെ വിളിക്കുന്നത്. ഇവൻ എന്തിനാ എന്റെ പേര് വിളിക്കുന്നതെന്ന് അവള് ഷോക്ക് ആവുന്നുണ്ട്. കോളേജ് ആനിവേഴ്സറിയുടെ അന്ന് ഡ്രാമയിലെ നമ്മളെ ലൂഡോ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് എല്ലാവരും എത്തുന്നുണ്ട്. അവരെല്ലാവരും അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പം ഇവിടെ ആണെങ്കിൽ ഹീറോയിനായിട്ട് സെലക്ട് ചെയ്ത ലൂഡോന്റെ സിസ്റ്ററിന് പെട്ടെന്ന് വയ്യാതാവുന്നുണ്ട്. എനിക്ക് തല ഇറങ്ങുന്നെന്ന് പറയുമ്പോൾ സീനിയർ അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ സീനിയർ ആണെങ്കിൽ ലേഡി ഗെറ്റപ്പിലേക്ക് കയറുന്നുണ്ട്. നമ്മളെ സീനിയറിനെ കണ്ട് ജെയിംസ് വാ പൊളിക്കുന്നുണ്ട്. എടാ, നമ്മളെ കോളേജിൽ ഇത്ര ലുക്കുള്ള പെണ്ണുണ്ടായിരുന്നോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എടാ, ആ പെണ്ണിനെ കാണാൻ നമ്മളെ സീനിയറിന്റെ സിസ്റ്ററിനെ പോലില്ലേ? എടാ മന്ദബുദ്ധികളെ, നിങ്ങൾ പോയി കണ്ണ് കഴുകിട്ട് നോക്ക്, അത് നമ്മളെ സീനിയറാ. എന്നൊന്നും സീനിയറോ എല്ലാണോ ഷോക്ക് ആവുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ സീനിയറിലൂടെ കൂടെ നന്നായിട്ട് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. ലൂടെ ആണെങ്കിൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയുമ്പോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് സീനിയറും പറയുന്നുണ്ട്. ഫിലിക്സ് ആണെങ്കിൽ ജയുടെ കൂടി ഇരിക്കുന്നതായിട്ടും നമ്മളെ ജെയിംസ് ആണെങ്കിൽ അവന്റെ ഓൺലൈൻ ഫ്രണ്ടിന്റെ കൂടി ഇരിക്കുന്നതായിട്ടും ഒക്കെ നമ്മളെ സോനോടെ ഫീലിംഗ് സ്റ്റാർട്ട് ആയെന്ന് തോന്നുന്നത്. നമ്മളെ ഹീറോ ആണെങ്കിൽ അവിടെ സോനിയെ കാണുന്നത്. ഞാൻ എന്തിനാ ഇവളെ കാണുന്നതെന്ന് അവനും കൺഫ്യൂസ് ആവുന്നുണ്ട്. ലൂഡോ ഒരു കസിന് ഒരു കുഴപ്പമില്ല. ലൂഡോക്ക് സീനിയറിന്റെ കൂടെ ആക്ട് ചെയ്യാൻ വേണ്ടി കളിച്ച പ്ലാനാന്ന് തോന്നുന്നു. ആ പെണ്ണാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ സീനിയറുടെ ആക്ട് ചെയ്യാൻ പറ്റില്ലേ? സീനിയറുടെ ഷാമ്പു നിങ്ങൾക്ക് മാറ്റാൻ പറ്റി. സീനിയറിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്തോണ്ട് ഇന്നത്തെ ഡിന്നർ എന്റെ വകയാ, എല്ലാരും മറക്കാതെ എത്തണമെന്ന് പറയുന്നുണ്ട്. സോ ഡിന്നറിനാണെങ്കിൽ നമ്മള് സീനിയർ ലൂഡോന്റെ കാല് കണ്ട് ഡിസ്ട്രാക്ട് ആവുമെന്നും പറഞ്ഞു ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്ന. എന്താ സീനിയർ, നിങ്ങൾ കണ്ണു വയ്യ അതുകൊണ്ടാണ് ഇത് വെച്ചേക്കുന്നത്? അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങളിപ്പോ ഡ്രാമയിലൊക്കെ ആക്ട് ചെയ്തില്ലേ, അപ്പൊ ഞങ്ങള് ഫോട്ടോഗ്രാഫ് വാങ്ങാൻ ഫാൻസ് വരും. അപ്പൊ പെട്ടെന്ന് കണ്ടാ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇത് വെച്ചേക്കുന്നതെന്നും പറഞ്ഞ് ലൂഡോവും കൂടെ ഒരെണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ജെയിംസ് ആണെങ്കിൽ ഫോൺ നോക്കി ചിരിക്കുമ്പം എല്ലാരും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഫോൺ നോക്കി ചിരിക്കുന്നത്? അതൊന്നും ഇല്ലടാ, ഇവിടെ ഒരുത്തം കമന്റ് ചെയ്ത് വെച്ചേക്കുന്ന വായിച്ച് ചിരിച്ചതാ. അതെന്തോ അത്രയ്ക്കും കോമഡി ആയിട്ടുള്ള കമന്റ്, എന്നാ നീ ഒന്ന് വായിക്കാൻ പറയുമ്പം ജെയിംസ് ആ കമന്റ് വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോൾ നിങ്ങൾ എന്തോ ആദ്യം പറയുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ട അവൾ നല്ല തടിച്ചാന്ന് പറയും. ഈ കമന്റ് വായിച്ചാൽ ഞാൻ ചിരിച്ചെന്ന് ജെയിംസ് പറയുമ്പോ അവരെല്ലാരും കൂടി സീനിയറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടാൽ നിങ്ങൾ എന്താ ആദ്യം പറയുന്നതെന്ന്. അപ്പൊ സീനിയർ സൺഗ്ലാസ് ഒക്കെ വെച്ച് ആൻസർ പറയാൻ വരുന്നുണ്ടെങ്കിലും ലൂഡോയുടെ കാല് കാണുമ്പം ഇത് വേറെ ആർക്കെങ്കിലും ചോദിക്കുന്നതായിരിക്കും നല്ലെന്നും പറഞ്ഞിട്ട് അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. സുവ ആണെങ്കിൽ ഹീറോയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഹീറോ ആണെങ്കിൽ സുവനെ കണ്ടോട്ട്, നീ എനിക്ക് ബ്ലാക്കിങ് ചെയ്യാൻ വരുമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ എന്തിനാ ഇപ്പൊ ഇത് ചിന്തിച്ച്, ഇനി എങ്ങാണ് എനിക്ക് ഇവളോട് ഫീലിങ്സ് സ്റ്റാർട്ട് ആയതും പറഞ്ഞത് ഹീറോ നന്നായിട്ട് കൺഫ്യൂസ് ആവുന്നുണ്ട്. എന്നാലും എനിക്ക് എന്താ പറ്റിയത്? ഇനി എങ്ങാണ്ട് ഞാൻ സുവനെ ലവ് ചെയ്യുന്നുണ്ടായിരിക്കോ? അപ്പൊ എനിക്ക് അവളോട് ഫീലിങ്സ് സ്റ്റാർട്ട് ആയോ?
ഈ കാര്യം ഇപ്പൊ തന്നെ സുവനോട് പറയണമെന്നും പറഞ്ഞ് നമ്മളെ ഹീറോ ഓടി സുവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ആവാണ്. അത് മാത്രമല്ല ഫ്രണ്ട്സ്, നമ്മൾ ഈ ഡ്രാമ തീരാൻ ഇനി ഒരേ ഒരു എപ്പിസോഡ് കൂടെ ഉള്ളൂ, അതായത് ഫൈനൽ എപ്പിസോഡ്. അപ്പൊ നമുക്ക് ഇനി ഫൈനൽ എപ്പിസോഡ് കാണാം. ബൈ ബൈ. Bye.